പ്ലീസ് കെഡ്മി മദർ യൂണോസ്. നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നോക്കാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, നിങ്ങളുടെ പേഴ്സൻ്റെ ആദ്യത്തെ ലെറ്റർ കമൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ്, ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇപ്പം അവരുടെ ഇടയിൽ ചില ചിന്തകളുണ്ട്. നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെയും തകർക്കുന്നതിന് വേണ്ടി ഒരു തേർഡ് പാർട്ടി ഇതിലുണ്ടായിരുന്നോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഇടയിലുണ്ടായ പ്രശ്നത്തെയാണ് അവർ ചിന്തിക്കുന്നത്. ഈ ഒരു സമയത്ത് കടന്നു വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്താണ്, എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി അങ്ങനെ പറഞ്ഞത്, അങ്ങനെ പ്രവർത്തിച്ചത് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നിങ്ങളിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ചും അതിന് കാരണക്കാരായവരെക്കുറിച്ചും ആ സിറ്റുവേഷനെ കുറിച്ചുമാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയ അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളുടെ സ്നേഹത്തെ നഷ്ടപ്പെടുത്തി പോയ ആ നിമിഷത്തെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ജീവിതത്തിലുണ്ടായ ആ ഗ്രഹണ നിമിഷത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണോസ്. എന്തുകൊണ്ടാണ് ഇവിടെ 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? പ്ലീസ് കെഡ്മി മദർ യൂണോസ്, എന്തുകൊണ്ടാണ് 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങൾ നല്ലൊരു വ്യക്തിയായിരുന്നു എന്നും നിങ്ങൾ അവരെ ഒരുപാട് കെയർ ചെയ്തിരുന്നു എന്നും അവർ ചിന്തിക്കുന്നു. എന്നിട്ടും തേർഡ് പാർട്ടിയുടെ ചിന്തകൾ കാരണം നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചതായി കാണുന്നുണ്ട്. ഇവിടെ ഒരു തേർഡ് പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ ബ്രെയിൻ ചലിച്ചതായി കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുടെ വാക്കുകളും ഒക്കെ കാരണമാണ് നിങ്ങളെ ഇത്രത്തോളം വേദനിപ്പിക്കാൻ ഉണ്ടായ കാരണം. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണോസിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, 8 ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് കടന്നു വന്നിരിക്കുന്നത്? ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഈ നിമിഷവും നിങ്ങളെ പിരിഞ്ഞു പോയിരിക്കുന്ന ഈ സമയം പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങളെ നോക്കാത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ കൂടുതലും നിങ്ങളെ സ്നേഹിക്കുന്നു എങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്കാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അവർക്ക് ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയതിന് ശേഷം അവർ തിരികെ നിങ്ങളിലേക്ക് കടന്നു വരുമെന്നുള്ള ആ ഒരു വിശ്വാസം, ചിന്തയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോഴും